പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം ജീവിതത്തിൽ ഒരു മനുഷ്യനെയും നാം നിസ്സാരമായി കാണരുത്, പുച്ഛിക്കരുത്. നാം ഇന്ന് ഈ ദുനിയാവിൽ എല്ലാ രീതിയിലും പുച്ഛിച്ച് തള്ളിക്കളയുന്ന ആളുകളാകാം നാളത്തെ നമ്മുടെ ആദരണീയർ എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഉള്ള് കാണുന്നവൻ, ഹൃദയം കാണുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബാണ്. അതുകൊണ്ട് നാം ഭാഗ്യമായ കാര്യങ്ങൾ ശരിയാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആന്തരികമായി ആന്തരികപരമായിട്ടുള്ള കാര്യങ്ങൾ നാം അത് ശരിയാക്കണം. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അല്ല നോക്കുന്നത്, പിന്നെയോ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നോക്കുന്നതെന്ന് അള്ളാന്റെ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം. ചില ആളുകളുണ്ട്, പുറമെ ചിലപ്പോൾ അവർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. അപ്പൊ ചില ആളുകൾ പറയും, അവന്റെ കൂടെ കൂട്ടുകൂടല, അവനോട് സംസാരിക്കാൻ കൊള്ളൂല, അവൻ ഇങ്ങനെയാണ്, അവൻ ദേഷ്യക്കാരനാണ്, അവൻ അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞു വിടുന്ന ആളുകൾ മനസ്സിലാക്കാൻ പറയുകയാണ്, അവരുടെ മനസ്സ് ഉള്ള് കാണുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് ഉള്ള് ശുദ്ധമായിരിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ മോശമായി പറയരുത്. ഒരാളുടെയും പുറംചട്ട കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അയാളെ വിലയിരുത്തുകയും ചെയ്യരുത് നിന്റെ മനസ്സിലേക്ക്. കാരണം എന്താണ്? രാത്രിയുടെ അന്ത്യാമങ്ങളില് അവൻ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നവനായിരിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെയും പുറംചിട്ട കണ്ടുകൊണ്ട് അവൻ മോശക്കാരനാണ്, അവൻ ഇന്നയാളാണെന്ന് പറഞ്ഞ് നമ്മൾ മുദ്ര കുത്താൻ പാടില്ല. കാരണം എന്തേ? നീ ഇന്ന് പുച്ഛത്തോടെ കാണുന്ന ആളുകളായിരിക്കാം, എന്നാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കല് അവൻ ആദരണീയനാണെന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ആരെയും നാം വില കുറച്ച് കാണരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയെന്നറിയുമോ? ചില ആളുകളുണ്ട്, അള്ളാഹു എന്ന ചിന്ത പോലും ഇല്ലാത്ത നിരവധി ആളുകളെ നാം ജീവിതത്തിൽ കാണാറുണ്ട്, അല്ലേ? അള്ളാഹു എന്ന ചിന്ത പോലും ഇല്ലാതെ നിരവധി ആളുകളെ നാം കാണാറുണ്ട്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളായ മദ്യപാനം, അതുപോലെ തന്നെ വ്യഭിചാരം, ചൂതാട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധയും കാര്യങ്ങളുമൊക്കെ. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളായ മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ അവരുടെ ശ്രദ്ധ മുഴുവനുമെങ്കിലും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് പറയട്ടെ, അവരെ നാം കാണുമ്പോൾ പുച്ഛിക്കുകയല്ല ചെയ്യേണ്ടത്, പിന്നെയോ അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങള്, നല്ല നിർദ്ദേശങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം നൽകണം. നിസാരരും നിന്ദ്യനുമായി നാം അവരെ കാണരുത്. എന്നാൽ അള്ളാഹു തന്റെ ഇഷ്ടദാസനെ ദുഷ്ടദാസനാക്കാനും ദുഷ്ടദാസനെ ഇഷ്ടദാസനാക്കാനും അള്ളാഹുവിന് കഴിയുന്ന കാര്യം നാം മറന്നു പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സന്മാർഗത്തെ ഞൊടിയിട കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കി ദുർമാർഗികളാക്കാൻ അള്ളാഹുവിന് സാധിക്കുമെന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് നാം അഹങ്കാരത്താൽ നാം ആരെയും പുച്ഛിക്കരുത് പ്രിയപ്പെട്ടവരെ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം പഠിക്കേണ്ട ഒരു സാഹചര്യമാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ്. ആരാണ്? ഹിജ്റ 227 വഫാത്തായ മഹാനായ ബാഗ്ദാദിൽ ജീവിച്ചിരുന്ന ഒരു മദ്യപാനിയായിരുന്നു ബിശ്ർ എന്ന് പറയുന്ന ഒരു വ്യക്തി. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, എല്ലാവരെക്കാളും എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വാലിഹീങ്ങളിൽ നല്ല ഉന്നതമായ സ്ഥാനം പിന്നീട് ലഭിക്കുകയും ചെയ്തു എന്നതാണ് ഇതിന്റെ വാസ്തവം. എങ്ങനെയെന്നറിയുമോ? അത് നമ്മൾ പഠിക്കണം.
എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു എന്നറിയുമോ? ഹിജ്റ 227 വഫാത്തായ ബാഗ്ദാദിലെ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിച്ചിരുന്ന ഒരു മദ്യപാനിയായ ബിശ്റുൽ ഹാഫിയെ കുറിച്ച് ഇന്ന് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ആരാ പ്രിയമുള്ളവരെ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു എന്നറിയുമോ? ബാഗ്ദാദിലെ ഏറ്റവും വലിയ മദ്യപാനിയായിരുന്ന ബിശ്റുൽ ഹാഫി പിന്നീട് എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം അതിൽ നിന്ന് എല്ലാം മാറുകയാ. അതിൽ നിന്നെല്ലാം മോശമായ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി അള്ളാഹുവെന്ന ചിന്തയിൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവെന്ന ചിന്തയിൽ മാത്രമായി കഴിഞ്ഞുകൂടിയ മഹാനാണ്. പിന്നീട് സാലിഹീങ്ങളിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ച മഹാനായി ഈ ലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ മാതൃക കാണിച്ചു തന്ന മഹാനാണ് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ഇത്രമാത്രം ആദരിക്കാൻ ഉള്ള കാരണം എന്തെന്നറിയുമോ? ഒരു ചെറിയ ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിലാ പ്രിയമുള്ളവരെ. എന്താണ് ആ പ്രവൃത്തി എന്നറിയുമോ? മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ബാഗ്ദാദിന്റെ തെരുവിലൂടെ നടക്കുമ്പോ അതാ എന്റെ പ്രിയപ്പെട്ടവരെ മദ്യപിക്കാനായി മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെളിക്കുണ്ടില് അതാ ഒരു അള്ളാഹുവിന്റെ നാമം എഴുതിയ അള്ളാഹുവിന്റെ ഇസ്മ എഴുതിയ ഒരു പേപ്പർ കാണുകയാ, കടലാസ് കാണുകയാ, ഒരു കടലാസ് കാണുകയാം. ആരും അതിനെ വകവെക്കുന്നില്ല. ആളുകളെല്ലാം അതിനെ ചവിട്ടിയൊക്കെ മേലെ പോകുന്നു. എന്നാല് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനുണ്ടല്ലോ അത് വല്ലാത്ത വേദനയാവുകയാ, വല്ലാത്ത പ്രയാസമാവുകയാ പ്രിയമുള്ളവരെ. അങ്ങനെ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ മദ്യപിക്കാൻ പോയ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ആ ചെളിക്കുണ്ടിൽ നിന്ന് ആ കടലാസ് എടുക്കുകയും എന്റെ പ്രിയപ്പെട്ടവരെ എന്നിട്ടുണ്ടല്ലോ അതാ വൃത്തിയാക്കി സുഗന്ധം പൂശുകയാം. അത് നല്ല വൃത്തിയാക്കി നല്ല സുഗന്ധം പൂശുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് കേവലം ഇബാദത്തുകൾ ചെയ്യുന്നവരാണല്ലോ, ഒരുപാട് അമലുകൾ ചെയ്യുന്നവരാണല്ലോ. എന്നാൽ ഈ ചെയ്യുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു അമല് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാളെ സ്വർഗപ്രവേശനത്തിന് അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ കാരണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത്, ഒരു കാരക്കയുടെ കഷണമെങ്കിലും കൊണ്ട് നിങ്ങൾ നാളെ ആഖിറം കരസ്ഥമാക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ നാം നിസാരമായി തള്ളിക്കളയുന്ന പല അമലുകളുമുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലമുള്ള അമലുകളാണെന്ന് മറന്നു പോകല്ലേ പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ അമലുകളായിരിക്കാം ഒരുപക്ഷെ നമ്മളുണ്ടല്ലോ ഇന്ന് നിസാരമായി കാണുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പ്രവർത്തനമുണ്ടല്ലോ, നമ്മിൽ നിന്ന് ഏതെങ്കിലും ഒരു അമൽ അള്ളാഹുവിന് ഇഷ്ടമായാൽ, അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെ ഉന്നത നിലയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആക്കുന്നതാ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ ഈ ഒരു നല്ല പ്രവർത്തനം ചെയ്തപ്പോ ഇങ്ങനെ ഒരു ചെളിക്കുണ്ടിൽ കിടന്ന അള്ളാഹുവിന്റെ ഇസ്മ എഴുതിയ ഒരു കടലാസ് ഉണ്ടല്ലോ വൃത്തിയാക്കി സുഗന്ധം പൂശിയപ്പോ അള്ളാഹു മഹാനവറുകൾക്ക് നൽകിയ സ്ഥാനം എത്രമാത്രമാണെന്നറിയുമോ പ്രിയമുള്ളവരെ? അതാ നാട്ടിലുള്ള ഒരു സാലിഹായ മനുഷ്യന്റെ സ്വപ്നത്തിലേക്ക് ആരോ കടന്നു വന്നുകൊണ്ട് പറയുകയാ, പ്രഭാതത്തിൽ നീ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണേ, എന്നിട്ട് അവിടുന്ന് പറയണം, നീ എന്റെ നാമത്തെ സുഗന്ധപൂരിതമാക്കി, അതുകൊണ്ട് ഞാൻ നിന്നെ ആദരിക്കുന്നു. നീ എന്റെ നാമത്തെ പരിശുദ്ധമാക്കിയതുപോലെ ഞാൻ നിന്നെയും പരിശുദ്ധനാക്കിയെന്ന് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനോട് നീ ആ പ്രഭാതത്തിൽ ചെന്ന് അവിടുത്തെ സന്നിധിയിൽ ചെന്ന് പറയണമെന്ന് ഒരു സാലിഹായ മനുഷ്യന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വന്ന് ആരോ വന്ന് പറയുകയാം. അതാ സ്വപ്നത്തിൽ ആ നാട്ടിലെ ഏറ്റവും സാലിഹായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാ, ഈ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്, തന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് അതായത് പറയണം, നിന്നെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു, ഇഷ്ടപ്പെട്ടിരിക്കുന്നു നീ ചെയ്ത പ്രവൃത്തി എന്ന് പറയണമെന്ന്
എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് മഹാനായ ആ സാലിഹായ ഒരു മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. ഇത് പൈശാചികമായ ഒരു സ്വപ്നമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഒളുവെടുത്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പിന്നെയും കിടക്കുകയും. കാരണം ബിശ്റുൽ ഹാഫിയെ കുറിച്ച് അങ്ങനെ പറയാൻ വഴിയില്ല, ഇതൊരു പൈശാചികമായ സ്വപ്നമായിരിക്കും. കാരണം ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഠിന മദ്യപാനിയാണല്ലോ ബാഗ്ദാദിലെ. ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് വരുമോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, അങ്ങനെ ആ സാലിഹായ മനുഷ്യൻ പിന്നെയും കിടന്നുറങ്ങുകയാ. ഒളുവെടുത്ത് നമസ്കരിച്ച് പിന്നെയും കിടന്നുറങ്ങുകയാണ്. ഇത് പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും സ്വപ്നത്തിന്റെ ഭാഗമാണോ എന്ന് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട. ഒരു അറിവ് പറഞ്ഞു തരാം. എന്തെന്നറിയോ, നമ്മൾ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്വപ്നം നാം കാണുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. അപ്പൊ അതിനെ സ്തുതിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ദുർസ്വപ്നമാണ് നാം കണ്ടതെങ്കിൽ അത് ശൈത്താന്റെ ഭാഗത്തു നിന്നാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ വരുമ്പോൾ നമ്മൾ ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ദുആയൊക്കെ പാരായണം ചെയ്ത് ഇടത്തോട്ടൊക്കെ ഒന്ന് തുപ്പിയിട്ട് അള്ളാഹുവിനോട് ഈ കണ്ട സ്വപ്നത്തിന്റെ ഷർറുകളെ തൊട്ട് കാവൽ തേടി എന്താണ് നമ്മൾ കിടന്നുറങ്ങുക. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ അതാണ് ചെയ്തത്. ഇത് പൈശാചികമായ എന്തെങ്കിലും സ്വപ്നമാണോ? എന്നാൽ മഹാനവറുകൾ അവിടുന്ന് പിന്നെയും കിടന്നുറങ്ങുകയാ. അതാ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെയും ആ സ്വപ്നത്തിലേക്ക് ആരോ കടന്നു വരികയാം. കടന്നു വന്നുകൊണ്ട് പറയുകയാ, പ്രഭാതത്തിൽ നീ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണേ. നീ എന്റെ നാമത്തെ സുഗന്ധപൂരിതമാക്കി, അതുകൊണ്ട് ഞാൻ നിന്നെ ഞാൻ ആദരിക്കുന്നു. നീ എന്റെ നാമത്തെ പരിശുദ്ധമാക്കിയതുപോലെ നിന്നെ ഞാനും പരിശുദ്ധമാക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയണേ എന്ന് പറയുമ്പോൾ പിന്നെയും ആ സാലിഹായ മനുഷ്യൻ എഴുന്നേൽക്കുകയാം. അവിടുന്ന് പിന്നെയും പൈശാചികമായ സ്വപ്നമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടുന്ന് പിന്നെയും മുഖമെടുത്തുകൊണ്ട് അവിടുന്ന് കിടന്നുറങ്ങുകയാ. 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങുമ്പോ പിന്നെയും സ്വപ്നത്തിലേക്ക്, ആ സാലിഹായ മനുഷ്യന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, പ്രഭാതത്തിൽ നീ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. എന്നിട്ട് പറയണം, നീ എന്റെ നാമത്തെ പരിശുദ്ധമാക്കി, അതുകൊണ്ട് ഞാൻ നിന്നെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ ആദരിക്കുന്നു. നീ എന്റെ നാമത്തെ പരിശുദ്ധമാക്കിയതുപോലെ ഞാൻ നിന്നെയും പരിശുദ്ധനാക്കിയിരിക്കുന്നു എന്ന് പറയണമെന്ന സാലിഹായ മനുഷ്യന്റെ സ്വപ്നത്തിലേക്ക് മൂന്നാമതും കടന്നു വന്ന് ആരോ പറയുമ്പോ അവിടുന്ന് മനസ്സിലാകുകയാണ് ഇത് പൈശാചികമായ സ്വപ്നമല്ല എന്ന് മനസ്സിലാകുകയാ. അങ്ങനെ പ്രഭാതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ എഴുന്നേറ്റ സാലിഹായ മനുഷ്യനുണ്ടല്ലോ, അവിടുന്ന് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ആ ഭവനത്തിന്റെ മുമ്പിലെത്തിയിട്ട് അവിടുത്തെ നാട്ടുകാരോട് ചോദിക്കുകയാം, അവിടുത്തെ ആളുകളോട് ചോദിക്കുകയാ, ബിശ്റുൽ ഹാഫി എവിടെ എന്ന സാലിഹായ മനുഷ്യൻ ചോദിക്കുമ്പോ ആളുകൾ പറയുകയാ, ഏതാ ഇന്നലെ നല്ല മദ്യം കുടിച്ചിട്ട് ലെക്ക് തെറ്റി അവിടെ കിടപ്പുണ്ട് ഭവനത്തിൽ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടേക്ക് ആ സാലിഹായ മനുഷ്യൻ കടന്നു ചെല്ലുകയാ. കടന്നു ചെന്നുകൊണ്ടുണ്ടല്ലോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, താൻ ഇന്നലെ കണ്ട സ്വപ്നം അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം അങ്ങ് വല്ലാതെ വേദനിക്കുകയാ. ഞാൻ ഇത്രമാത്രം തെറ്റുകൾ ചെയ്ത് ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത ഒരു പ്രവർത്തനത്തിന്റെ മേൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടെന്നോ. കേൾക്കേണ്ട താമസം എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ മദ്യപാനികളായ കൂട്ടുകാരുടെ അടുക്കലേക്ക്, ചങ്ങാതിമാരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാ. കടന്നു ചെന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അവരോട് വിട പറയുകയാ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഓർത്തോർത്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചറബിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാ. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ തൗബയിലായി നല്ല രീതിയിൽ ജീവിതം നയിക്കുകയായി മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, അതാ സാലിഹീങ്ങളിൽ നല്ല ഉന്നതമായ സ്ഥാനം പോലും കരസ്ഥമാക്കുന്ന രീതിയിൽ അല്ലാഹു മഹാനവറുകളെ അവിടുന്ന് ഉയർത്തിയില്ലേ. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെയും പുറംചട്ട കണ്ടുകൊണ്ട് നമ്മൾ ആരെയും വിലയിരുത്തരുതേ. ആരും മോശക്കാരാണെന്ന് നാം പറയരുതേ. ആരും തെറ്റുകാരാണെന്ന് നാം പറയരുതേ. ഒരു മനുഷ്യൻ തെറ്റ് കാണും, തെറ്റിച്ച് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ അവനെ നാണം കെടുത്തുന്ന രീതിയിൽ ഇന്നത്തെ സമുദായം തലമുറകൾ പോകുമ്പോ ഒന്ന് പഠിക്കുന്നത് നല്ലതാ. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കുന്നത് നല്ലതാ. എടാ, ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത് നീ കണ്ടാലേ അവിടെ നീ ചെയ്യേണ്ട ഈമാനികമായ പക്വത എന്തെന്നറിയുമോ? അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാ ഇതുപോലുള്ള വലിയ പാപങ്ങളിലേക്ക് നീ എന്നെ എത്തിച്ചില്ലല്ലോ, സർവ്വസ്തുതിയും നിനക്ക് തന്നെയാണ് റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരവസരം കിട്ടുമ്പോൾ അവനെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം,
എടാ, നീ ഇന്നലെ ചെയ്ത പാപം ഞാൻ കണ്ടിരുന്നു, അത് ചെയ്യരുതേ, അത് തെറ്റാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ്, അതുകൊണ്ട് അത് നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശമാണ് നൽകേണ്ടത്. എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമല്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോ, ഏതെങ്കിലും ഒരു തെറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ സമൂഹത്തിൽ മുഴുവനും അവനെ മോശമായ രീതിയിൽ പ്രചരിപ്പിച്ച് അവന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കി അവന്റെ ജീവിതം നശിപ്പിക്കുന്ന കാലം മാറിയില്ലേ? എന്ത് അർഹതയാണോ നിനക്കുള്ളത്? നീ തെറ്റ് ചെയ്യുന്നവനല്ലേ? ആദം സന്തതികൾ തെറ്റ് ചെയ്യുന്നവരാ, അത് പരസ്യപ്പെടുത്തുന്നവരാണ് ഏറ്റവും വലിയ നിന്യൻ അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ നിന്യൻ അവൻ തന്നെയാ. അവനാണ് ഏറ്റവും വലിയ മോശക്കാരന്. അതുകൊണ്ട് തന്നെയല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തന്നത്, നാളെ ഖിയാമത്ത് നാളിലുണ്ടല്ലോ, ഈ ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ന്യൂനത നീ മറച്ചു വെച്ചാൽ നാളെ ആഖിറത്തിലുണ്ടല്ലോ ആദം സന്തതികൾ വരെയുള്ള സന്തതികൾ മുതൽ ഇന്നേക്ക് ആദരവാകുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഉമ്മത്തീങ്ങൾ നിൽക്കുന്ന ആ മഹ്ശറ വൻസഭയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറ വൻസഭയിലുണ്ടല്ലോ നിന്റെ ന്യൂനതകൾ അല്ലാഹു മറച്ചു വെക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർ, ഒരു മനുഷ്യനെയും നാം കാരണം വേദനിപ്പിക്കരുതേ, നാം കാരണം പ്രയാസപ്പെടുത്തരുതേ, നാം കാരണം ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ജീവിതം നശിച്ചു പോയാൽ അതിന് പരിപൂർണമായും ഉത്തരവാദിത്തം മോനെ നീ നിന്റെ റബ്ബിനോട് പറയാതെ, നാളെയുണ്ടല്ലോ ഒരു ചാണ് തലയുച്ചിയുടെ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സന്ദർഭത്തിൽ നിന്റെ കാലുകൾ ചലിപ്പിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാം ആരെയും, ഒരു മനുഷ്യനെയും പുച്ഛത്തോടെ നിസാരതയോടെ കാണരുത്. അത് ഏറ്റവും വലിയ പാപമാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു